വാടക കരാർ രജിസ്റ്റർ ചെയ്യുന്നതിന് മസ്കറ്റ് നഗരസഭ ഈ വർഷം ആദ്യം ഓൺലൈൻ സേവനം ആരംഭിച്ചിരുന്നു. രജിസ്ട്രേഷൻ ഡിജിറ്റൽ വൽക്കരിച്ചതിലൂടെ കെട്ടിട ഉടമയും ഉപഭോക്താവും തമ്മിലുള്ള ഇടപാടുകൾ കൂടുതൽ സുതാര്യമായി. വ്യവസ്ഥകൾ പാലിക്കാൻ കെട്ടിട ഉടമ തയ്യാറായില്ലെങ്കിൽ താമസക്കാരനും, താമസക്കാരൻ വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെങ്കിൽ കെട്ടിട ഉടമയ്ക്കും നഗരസഭയെ സമീപിക്കാം. വീഴ്ചയുണ്ടായാൽ 1111 എന്ന നമ്പറിൽ വിളിച്ചാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. കരാറിൽ പറഞ്ഞതു പ്രകാരമുള്ള വാടക നൽകുന്നില്ലെങ്കിൽ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ കെട്ടിട ഉടമയ്ക്ക് മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ നൽകാം. കെട്ടിടത്തിന് കേടുപാടുണ്ടെങ്കിൽ നഷ്ടപരിഹാരവും ആവശ്യപ്പെടാം. കെട്ടിട ഉടമയുടെ സമ്മതമില്ലാതെ മൂന്നാം കക്ഷിക്ക് വാടകയ്ക്ക് നൽകാൻ വാടകക്കാരന് അനുവാദമില്ലെന്നും നഗരസഭ വ്യക്തമാക്കി. വാടക കാലയളവ് കഴിയുമ്പോഴോ ഓരോ 3 വർഷം കൂടുമ്പോഴോ മാത്രമേ വാടക വർദ്ധിപ്പിക്കാനാകൂ. ആദ്യഘട്ടത്തിൽ പുതിയ താമസക്കാർക്ക് മാത്രമാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സേവനം ലഭിക്കുക. കമ്പനികൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കുമുള്ള കരാർ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ നേരത്തെയുള്ള രീതിയിൽ തന്നെ തുടരും. മസ്കറ്റ് ഗവർണറേറ്റിലെ പാർപ്പിട വാണിജ്യ വസ്തുക്കളുടെ ഡേറ്റാബേസ് ശേഖരിക്കാനും നഗരസഭ നടപടി തുടങ്ങിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.